മീനുകളുടെ ബ്രീഡിംഗ് വരുന്നത് നാച്ചുറൽ ബ്രീഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് ഉണ്ട്, ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ്, അങ്ങനെ 3-4 രീതിയാണ് വരുന്നത്. അതിൽ നാച്ചുറൽ ബ്രീഡിംഗിനകത്ത് വരുന്നതാണ് ഈ ലൈബേഴ്സ്, പ്രസവിക്കുന്ന വെറൈറ്റീസ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഒന്നും സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട വേറെ ഒന്നും കാര്യമില്ല, അവർ തന്നെ ബ്രീഡ് ആയിക്കോളും. അങ്ങനത്തെ വെറൈറ്റിയാണ് ഈ ലൈബേഴ്സ്. ലൈബേഴ്സിനകത്ത് 4 വെറൈറ്റിയാണ് വരുന്നത്: ഗപ്പി, മോളി, പ്ലാറ്റി, സോട്ടൽ. ഗപ്പിയെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിരുന്നു. ഇതിന്റെ എല്ലാ ഉപവിഭാഗങ്ങളും മീൻസ് ഗപ്പി തന്നെ ഈ 1 മില്യൺ ഫിഷ് എന്ന് പറയുന്നുണ്ട്, അത്രത്തോളം വെറൈറ്റീസ് അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ മോളിയിൽ ബലൂൺ മോളി, അല്ലെങ്കിൽ പാണ്ടാമോളി, അങ്ങനെ എല്ലാ മോളീസിന്റെ എല്ലാ വെറൈറ്റീസും, സോഡും പ്ലാറ്റിയും എല്ലാത്തിന്റെയും ഉപഭോഗങ്ങളെല്ലാം ഈ ഒരു കാറ്റഗറിക്കകത്താണ് വരുന്നത്. സ്വയം അവരുടെ ബ്രീഡ് ചെയ്യുന്ന, പ്രസവിക്കുന്ന വെറൈറ്റീസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് കടന്നു വരുന്നവർക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള വെറൈറ്റീസും ഇത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവർ തന്നെ ബ്രീഡ് ആയിക്കോളും. ആ കുട്ടികളെ നമ്മൾ മാക്സിമം കെയർ ചെയ്തെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ ബ്രീഡിങ്ങിന്റെ റേഷ്യോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 2:1 ആണ്. മെയിലിന്റെ കണ്ടന്റ് വളരെ കുറവ്, മെയിലിന്റെ എണ്ണം വളരെയധികം കുറവും, ഫീമെയിലിന്റെ വളരെയധികം കൂടുതലാണ് നമുക്ക് വേണ്ടത്. ആ രീതിയിലാണ് ഇവരുടെ ഒരു ബ്രീഡിങ് വരുന്നത്. ബ്രീഡിംഗ് കേജിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഗപ്പിയിൽ നമ്മൾ സൂചിപ്പിച്ചു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നിന്റെയും നമ്മൾ നോക്കുന്നില്ല, കാരണം ഗപ്പി ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള വെറൈറ്റീസ് ആണ്, അതിന്റെ സബ് ഡിവിഷൻസ് എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബ്രീഡിങ്ങിന്റെ സെക്ഷനിൽ ലൈബേഴ്സിൽ ഈ കാറ്റഗറീസ് ആണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത് എഗ് ലേയേഴ്സിനെ കുറിച്ച് നോക്കാം.